ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മഞ്ജിമ ഹോട്ടൽ. പെരുന്നാളായിട്ട് 2 ദിവസം മഞ്ജിമ ഹോട്ടലിന് അവധിയായിരുന്നു. അപ്പം അത് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ കുറച്ച് മുന്നിലൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയത് അജ്മീർ ലക്ഷ്യമാക്കിയാണ്. അജ്മീറിലെ സിയാറത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ആഗ്ര, അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ ക്യാപിറ്റലായ ജയ്പൂർ. ഞങ്ങൾ തിരഞ്ഞെടുത്തത് ജയ്പൂരായിരുന്നു. അത് തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, കാരണം നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറേ ഓർമ്മകളൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങൾ, ഒരുപാട് രാജാക്കന്മാരുടെ കോട്ടകളും ഒരുപാട് തടാകങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റിലൊന്നാണല്ലോ രാജസ്ഥാൻ. അപ്പോൾ അവിടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഇത് അനസാഗർ ലേക്കാണ്. ഒരുപാട് തടാകങ്ങൾ, ഒരുപാട് ലേക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 എണ്ണമൊക്കെ വിസിറ്റ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് പോർട്ടുകളൊക്കെ ഉണ്ട്. ഉദയംപൂർ പോർട്ട്, പിന്നെ ഫത്തേക്ക് പോർട്ട്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ, പേര് നല്ല ഓർമ്മയില്ല, ഒത്തിരി സ്ഥലങ്ങളെല്ലാം ഉണ്ട്. കുറച്ച് സ്ഥലങ്ങളിലെല്ലാം പോകാൻ പറ്റി. അവിടെയെല്ലാം വിദേശികളും സ്വദേശികളും ഒക്കെ ആയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രാവൽസ് വഴിയാണ് പോയത്. ട്രാവൽസിൽ നിന്ന് നമുക്ക് അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനും നമ്മളെ കൊണ്ടുപോകാനും നമുക്ക് സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാനും എല്ലാം നമ്മളുടെ കൂടെ, തിരിച്ച് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നത് വരെയും ഗൈഡ് നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അത് വലിയൊരു എളുപ്പമായി. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അപ്പം അത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കോട്ടകളൊക്കെ ഒത്തിരി കണ്ടു. ഞങ്ങൾക്ക് ഓർമ്മയുള്ള, ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവർ തന്ന അക്കോമഡേഷൻ ആയാലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഫുഡ് ഫെസിലിറ്റീസ് ആയാലും എല്ലാം നല്ലതായിരുന്നു. ഇത് ആ കോട്ടയിൽ നിന്ന് നോക്കുമ്പം കാണുന്ന ജയ്പൂരിൻ്റെ ദൂരെ കാഴ്ചയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഗ്രാമപ്രദേശങ്ങളിലോ ഡെസേർട്ടിലോ ഒന്നും പോകാനൊന്നും പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. ഹോട്ടലിൽ ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്നപ്പോൾ അവിടെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല റൂമും എല്ലാം ആയിരുന്നു. അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമായാലും നല്ല ഫുഡ്, നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ നമുക്ക് ബൊഫയാണ് എടുത്ത് കഴിക്കാമായിരുന്നു. പിന്നെ അതെല്ലാം കണ്ട് ഞങ്ങൾ 2-3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് ഒത്തിരി കാഴ്ചകളെല്ലാം കണ്ട്. പിന്നെ എനിക്കവിടെ കെയർലെസ്സായിട്ട് തോന്നിയത് അവിടുത്തെ ആ ഡ്രൈവിങ്. നമ്മൾ ഓട്ടോറിക്ഷയിലും ഇതിലൊക്കെ പോകുമ്പോൾ ഓട്ടോറിക്ഷയൊക്കെ ഒരു ഇതില്ലാതെ അവർ ഓടിക്കുന്നത്. ഭയങ്കര തിരക്കുള്ള റോഡാണ്. അവിടെ ഭയങ്കര കെയർലെസ്സായിട്ടാണ് അവർ ഓടിക്കുന്നത്. നമുക്ക് ഫുഡ്, ഞങ്ങളന്ന് ഡിന്നറിന് ഓർഡർ ചെയ്തത് ചപ്പാത്തിയും പുലാവുമാണ്. സൈഡ് ഡിഷായിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഹോട്ടലിലൊക്കെ പോയി ഞങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്ത് ഒത്തിരി സ്ഥലങ്ങളിലെല്ലാം പോയി. പിന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങളതൊക്കെ എടുത്ത്, ഇത് അവരുടെ രാജസ്ഥാനി ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇതിട്ടിട്ട് ഫോട്ടോ എടുത്തായിരുന്നു. തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോൾ നോയമ്പായിരുന്നു. നോയമ്പ് കുറിക്കാനുള്ള എല്ലാ സെറ്റപ്പും റെഡിയായി. അങ്ങനെ നോയമ്പൊക്കെ മുറിച്ച്